നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വോട്ട് കൊള്ള വിഷയത്തിൽ പ്രതിപക്ഷ എംപിമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, DCC സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, KJ ജോജു, മണ്ഡലം പ്രസിഡന്റ്മാരായ രാജു തളിയപ്പറമ്പിൽ, സിജോ ഇടപ്പിള്ളി, ഫ്രാൻസിസ് പടിഞ്ഞാറത്തല, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശാലിനി ജോയി, ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്മാരായ M ശ്രീകുമാർ, ഷാജു കാളിയങ്കര, CH സാദത്ത്, സ്റ്റാൻലോ ജോർജ്, KN രാജൻ, K രവീന്ദ്രനാഥ്, വർഗീസ് തെക്കേത്തല, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ എന്നിവർ നേതൃത്വം നൽകി. അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ശ്രമിച്ച മോദി സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരമാണ് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് വോട്ടിംഗ് സമ്പ്രദായത്തെ തിരിമറി നടത്തിക്കൊണ്ട് നമുക്കറിയാം, ഇന്ത്യയൊട്ടാകെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് തട്ടിപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ പത്രസമ്മേളനം നടന്നതിന് ശേഷം വ്യാപകമായി കോൺഗ്രസിനെയും നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ശക്തമായ സമരം ഇന്ത്യയിലെ 600ഓളം വരുന്ന പാർലമെന്റ് അംഗങ്ങളിൽ 300 പാർലമെന്റ് അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ സമരം സംഘടിപ്പിക്കുകയും യാതൊരു പ്രകോപനവും ഇല്ലാതെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ KSKTU കൊടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ VS അച്യുതാനന്ദൻ അനുസ്മരണം CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. KSKTU ഏരിയ പ്രസിഡന്റ് NM സജീവൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി EK അനൂപ, KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ, PK കൃഷ്ണൻകുട്ടി, സ്വപ്ന സത്യൻ, VS ആദിത്യ എന്നിവർ പ്രസംഗിച്ചു. KSRTC പുതുക്കാട് ഡിപ്പോയിലെ ഈ ഓഫീസ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുള്ളിക്കൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, ദിനിൽ പാലപ്പറമ്പിൽ, KSRTC തൃശൂർ ATO, KSRTC സ്റ്റേഷൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 7.80 ലക്ഷം രൂപ ചിലവിലാണ് ഈ ഓഫീസ് ആക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളും വാങ്ങിയത്. പുതുക്കാട് ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡായ നന്ദിക്കര മാപ്രാണം റോഡ് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KK രാമചന്ദ്രൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് എന്നിവർ പ്രസംഗിച്ചു. 16.63 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അങ്കമാലി യോധന്നപുരം സ്വദേശി വടക്കുംചേരി വീട്ടിൽ 23 വയസ്സുള്ള അക്ഷയിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയത്. പരാതിക്കാരിയെ സ്നേഹം നടിച്ച് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പ്രതിയുടെ സുഹൃത്തുക്കളുടെ വാടക വീട്ടിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും അതിന്റെ ഫോട്ടോയും വീഡിയോയും റെക്കോർഡ് ചെയ്ത ശേഷം വീഡിയോകളും ഫോട്ടോകളും ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുമെന്നും വിവാഹം ചെയ്യില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് പരാതി. കൊടകര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുരേഷ്, GASIമാരായ ഗോകുലൻ, ആഷ്ലിൻ ജോൺ, GS CPO സഹദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
യുവാവിനെ ആക്രമിച്ച 20,000 രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 3 യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള ആനന്ദപുരം ഇടയാട്ടുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അപ്പുട്ടി എന്നറിയപ്പെടുന്ന 28 വയസ്സുള്ള അനുരാജ്, കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ നിഖിൽ, വേലാമ്പറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടയാട്ടുമുറി കിണർ സ്റ്റോപ്പിനടുത്ത് വെച്ച് ഓഗസ്റ്റ് 11-നായിരുന്നു സംഭവം. കറുകുറ്റി സ്വദേശി ചക്കേത്ത് വീട്ടിൽ റോബിൻ തന്റെ കാറിൽ സുഹൃത്തായ യുവതിയെ ഇടയാറ്റുമുറിയിലുള്ള വീട്ടിൽ കൊണ്ടാക്കുന്നതിനായി പോകുമ്പോൾ കാറ് തടഞ്ഞു നിർത്തി റോബിനെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട്, ആളൂർ, കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം, കവർച്ച, മയക്കുമരുന്ന് കച്ചവടം, അടിപിടി എന്നിങ്ങനെയുള്ള 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അനുരാഗ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർമാരായ എൻ പ്രദീപ, വൈഷ്ണവ്, GSI PM ജിജോ, CPOമാരായ ഫൈസൽ, നവീൻ കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വേലുപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 15-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 14-ന് രാവിലെ 6:30-ന് ആഘോഷമായ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം, രൂപം എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവ നടക്കും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ കാർമ്മികനാകും. ഊട്ടുതിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15-ന് രാവിലെ 6-ന് ഫാദർ ഡേവിസ് പട്ടത്ത് കാർമ്മികനായ വിശുദ്ധ കുർബാന, നൊവേന, ഊട്ട് ആശീർവാദവും 10:30-ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് കോനിക്കരയുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയും നടക്കും. ഫാദർ ഫ്രാൻസിസ് വാഴപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും. രാവിലെ 8, ഉച്ചയ്ക്ക് 1 മണി, ഉച്ചതിരിഞ്ഞ് 3 മണി, വൈകിട്ട് 5 സമയങ്ങളിലും വിശുദ്ധ കുർബാനകൾ ഉണ്ടാകും. ഫാദർ ദേവസ്യ കാനാട്ട്, ഫാദർ ഡേവിസ് ചക്കാലക്കൽ, ഫാദർ പ്രിജോ വടക്കേത്തല, ഫാദർ ആന്റണി മേനാച്ചേരി എന്നിവർ വിവിധ സമയങ്ങളിലായി നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും. ഓഗസ്റ്റ് 15-ന് രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നേർച്ച ഊട്ട്. തിരുനാൾ ദിനത്തിൽ തൃശൂർ, ആമ്പല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നും വേലുപ്പാടത്തേക്ക് പ്രത്യേക ബസ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 8-ാം ഇടദിനമായ ഓഗസ്റ്റ് 22-ന് രാവിലെ 10:30-ന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തോമസ് ഊക്കൻ കാർമ്മികനാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത്, കൈക്കാരൻ പോൾ മഞ്ഞളി, പബ്ലിസിറ്റി കൺവീനർ ജേക്കബ് നടുവിൽ പീടിക, PRO ബൈജു വാഴക്കാല എന്നിവർ പങ്കെടുത്തു. വേലുപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ പ്രതിഷ്ഠാ തിരുനാൾ ഓഗസ്റ്റ് 15 തീയതിയിൽ വെള്ളിയാഴ്ച ഊട്ടുതിരുനാളായി ആഘോഷിക്കുകയാണ്. ഏകദേശം 25,000-ഓളം ആളുകൾ വന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത്, ഊട്ടുനേർച്ചയിൽ പങ്കെടുത്ത്, വിശുദ്ധ യൗസേ പിതാവിന്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടി തിരിച്ചു പോവുകയാണ് പതിവ്. വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 55-ാം ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് 14, 15 തീയതികളിൽ നടത്തപ്പെടുന്നു. 15-ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആഘോഷമായ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ കോവിഡ് മഹാമാരിക്ക് ശേഷം എല്ലാ വർഷവും വിശുദ്ധ യൗസേ പിതാവിൻ്റെ ഊട്ടുതിരുനാളിന് ശേഷം നമ്മൾ മിച്ചം വരുന്ന സംഖ്യ കൊണ്ട് ഇടവകയിലെ തന്നെ ഏറ്റവും നിർധനരായിട്ടുള്ള ഭവനമില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു ഭവനം പണിത് കൊടുക്കുക എന്നുള്ള ഒരു പ്രക്രിയ എല്ലാ വർഷവും തുടർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും അത് ചെയ്തിരുന്നു. എല്ലാ ബുധനാഴ്ചകളിലും 10 മണിക്ക് പിതാപാത, 10:30-ന് ആഘോഷമായ പാട്ടുകുർബാന, തുടർന്ന് ആരാധന, ലബ്ധിങ്, നൊവേന, ഊട്ട്, ശിശുക്കൾക്ക് ചോറ്, ഊട്ട്, തുലാഭാരം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം.
സ്വർണം ഗ്രാമിന് 9275 രൂപയും പവന് 74,200 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.